ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ 11th ചാപ്റ്ററായ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ സ്ക്വയേഴ്സ് എന്താ നമുക്കറിയാം. എന്താണ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ, സ്ക്വയർ എന്ന് പറയുമ്പോൾ. പിന്നെ എന്താണ് നമ്മൾ സ്ക്വയേഴ്സ് രണ്ടെണ്ണം, അതായത് 2 × 2 എന്ന് പറയുമ്പോൾ നമ്മൾ 2 സ്ക്വയർ അല്ലേ, അതും പറയാം അല്ലേ. പിന്നെ റൈറ്റ് ട്രയാങ്കിളും ആണ്. ഓക്കെ, ദെൻ ഏരിയാസ് ഓഫ് സ്ക്വയേഴ്സ്. എന്താ ഏരിയാസ് ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ. അപ്പം ഒരു ലെങ്ത് ഓഫ് സൈഡ് 3 മീറ്റർ ആണെങ്കിൽ, സ്ക്വയറിൻ്റെ ഒരു സൈഡ് 3 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 3 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക അല്ലേ, 3 × 3 9 അല്ലേ. ഓക്കെ, ഇനി എന്താ നോക്കിയേ, 1.5 ആണെങ്കിലോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ, 1.5 മീറ്റർ ആണെങ്കിൽ അപ്പോൾ 1.5 × 1.5 അല്ലേ, ഒരു സൈഡ് അതാണെങ്കിൽ 2 പ്രാവശ്യം അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇങ്ങനെ കിട്ടില്ല. അത് 1.5 നമുക്ക് എന്താക്കുക, സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. അപ്പോൾ ഈ സൈഡത്തെ ഇൻറ്റു അടിയത്ത് അല്ലേ, 1 × 2 പിന്നെ പ്ലസ് മുകളിലത്തത്. അപ്പം 2 + 1 3 ആയില്ലേ, 3 പിന്നെ അടിയത്ത് അല്ലേ, 3/2 കണ്ടോ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? 9/4 എന്ന് കിട്ടി. അതിന് പിന്നെ ഷോർട്ട് ആക്കിയിട്ട് 2 1/4 എഴുതി അല്ലേ. ഓക്കെ, അപ്പോൾ ഏരിയ 2 1/4 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇനി പോയിന്റ് വെച്ചതാണെങ്കിലോ എന്ന് ചോദിച്ചല്ലേ, 1.2 ആണെങ്കിലും. അപ്പോൾ 1.2 എന്നാണെങ്കിൽ എന്താണ് സൈഡ് ഇൻറ്റു സൈഡ്, ഏരിയ ഓഫ് എ സ്ക്വയർ എന്താ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ ഒരു സൈഡ് 1.2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 1.2 × 1.2 അല്ലേ, 1.2 × 1.2 എന്താണ് 1.44 അല്ലേ. എങ്ങനെയത്? ഈ പോയിന്റിനെ ആയിട്ട് നമ്മൾ എന്താക്കും, പോയിന്റ് ഒഴിവാക്കുമ്പോൾ എന്താണ് നമ്മൾ 12 എന്ന് എഴുതും, ബൈ അടിയിൽ ഒരു 1 ഇട്ടിട്ട് എന്താണ് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കും അല്ലേ. അപ്പോൾ എത്ര നമ്പറാ? 1. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ 12/10 × 12/10. അപ്പോൾ ഇതിനെ 12 × 12 എന്ന് പറഞ്ഞാൽ 144/100 അല്ലേ. അപ്പോൾ ഇതിനെ എന്താ പോയിന്റ് ഒഴിവാക്കി എങ്ങനെയാണ് മുകളിലത്തെ നമ്പർ അങ്ങോട്ട് എഴുതും, 144 എന്ന് എഴുതില്ല. അടിയിൽ എത്ര 0 ഉണ്ട് നോക്കും, 1 2 അല്ലേ. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എഴുതും 1 2, എന്നിട്ട് കുത്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏരിയ എന്താണ് 1.2 മീറ്റർ ആണ് ഒരു സൈഡെങ്കിൽ ഏരിയ 1.44 സ്ക്വയർ മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ പറയുന്നത് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ 3 × 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അല്ലേ. അപ്പോൾ സ്ക്വയർ ഓഫ് 3 എന്ന് പറയും അല്ലേ. 1.5 × 1.5 എന്ന് പറഞ്ഞാൽ എന്താ 1.5 ഹോൾ സ്ക്വയർ അല്ലേ, സ്ക്വയർ ഓഫ് 1.5 അല്ലേ, അല്ലെങ്കിൽ 1.5 സ്ക്വയർ എന്നൊക്കെ പറയും. ദെൻ 1.2 × 1.2 എന്ന് പറഞ്ഞാൽ എന്താ 1.2 ഹോൾ സ്ക്വയർ ആണ്, സ്ക്വയർ ഓഫ് 1.2 അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞൂടെ. ഇനി ഇവിടെ നോക്കിയേ, ഈ 5 സ്ക്വയർ ഈക്വൽ ടു 25 ആണ് അല്ലേ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5, 5 × 5 എന്ന് പറഞ്ഞാൽ 25 ആണ് അല്ലേ. ഇനി നമുക്ക് എന്താക്കാം, ഈ 25ന്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ, ഈ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ സിമ്പൽ കേട്ടോ, കണ്ടോ ഈ സിമ്പൽ എഴുതുന്നത് ഇതാണ് സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ ഈ സിമ്പൽ സ്ക്വയർ ആണ് എന്ത് ഷോർട്ട് ഹാൻഡ് കേട്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് വായിക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25ന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ കണ്ടോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 25 അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 നമുക്ക് ഇങ്ങനെ എഴുതാം, 5 × 5 എന്ന് എഴുതിക്കൂടെ, 5 × 5 ഇൻറ്റു ആട്ടത് 5 ഇൻറ്റു ആണേ. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈക്വൽ ടു എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 5 × 5 എന്ന് അല്ലേ. 5 × 5 എന്ന് പറഞ്ഞാൽ 25 അല്ലേ. അപ്പോൾ 5 × 5 സെയിം നമ്പറിനെ കൊണ്ടായി ഗുണിക്കുന്നതാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുമ്പോൾ ഇതിൽ ഉള്ള 2 എണ്ണമാണെങ്കിൽ അതിൽ 1 എടുത്ത് എഴുതാൻ വേണ്ടത്. ആൻസർ ഇതാണ് വരും കേട്ടോ, 5 വരും കേട്ടോ. നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ എന്താണ് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ല ഒരു 5 എന്ന് എഴുതിയത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5 ആണ് കേട്ടോ. അതായത് അതിലെ 2 സെയിം നമ്പറിനെ തന്നെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അത് നോക്കൂ, നമുക്ക് 9 എടുത്താൽ എങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് 9 എങ്ങനെ ആയിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 9 = സ്ക്വയർ റൂട്ട് ഓഫ് 9 നമുക്ക് ഇങ്ങനെ സെയിം നമ്പറിനോട് ഇൻറ്റു ചെയ്ത് 3 × 3 കണ്ടോ, 3 × 3. അപ്പോൾ 2 എണ്ണമാണ് 3 വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഒഴിവാക്കുമ്പോൾ ഒരു 3 പുറത്തേക്ക് എഴുതിയാൽ മതി കേട്ടോ. ദെൻ നോക്കൂ, ഇവിടെ 9 ആണ് അല്ലേ. അപ്പോൾ 9 നമുക്ക് എന്താക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3 അല്ലേ 9 എന്ന് പറയുന്നത്. അപ്പോൾ 3 അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 = 3 ആയിരിക്കും. അതുപോലെ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 1/4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ സ്ക്വയർ റൂട്ട് എത്രയാണ്? ഇത് അവിടെ നോക്കിയാൽ 1 1/2 × 1 1/2 അല്ലേ, 1 1/2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 2 1/4 നമുക്ക് എങ്ങനെയൊക്കെ ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് 2 പ്രാവശ്യം 1 1/2 × 1 1/2 അല്ലേ. അപ്പോൾ അതിനെ ഒരു പ്രാവശ്യമായിട്ട് പുറത്തേക്ക് എഴുതുക. ഓക്കെ, പിന്നെന്താണ് റൂട്ട് 16 എങ്ങനെ വരിക? റൂട്ട് 16 നമുക്ക് സെയിം നമ്പറിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഏതാണ്? ഇപ്പോൾ 4 എടുക്കുകയാണെങ്കിൽ 4 × 4 അല്ലേ, 4 × 4 എത്ര 16. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 16 ഈക്വൽ ടു എന്താക്കുക 4 ആണ് കിട്ടുക. ഓക്കെ, സെയിം നമ്പറിനെ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ആ ഒരു നമ്പറിനെ പുറത്ത് എഴുതുന്നതാണ് സ്ക്വയർ റൂട്ട് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് സ്ക്വയർ റൂട്ട് എന്ന് വരുന്നത്. ഞാൻ നോക്കൂ, ഇനി ഇവിടെ പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യുന്ന മെത്തേഡും പറയുന്നുണ്ട്. ആ സ്ക്വയർ റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കണമല്ലോ. വലിയ വലിയ നമ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല, സ്ക്വയർ റൂട്ട്
എന്താണ് പെട്ടെന്ന് കാണാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ 13ന്റെ സ്ക്വയർ ഒക്കെ 169 ആണെന്നറിയാം. ഇനി വലിയ വലിയ നമ്പറൊക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് എന്താക്കുക, അതിൻ്റെ മെത്തേഡ് ഇത് അവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക. 196 നമ്മൾ എന്താക്കുക, ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അതാ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക നിങ്ങൾക്ക് അറിയില്ലേ, ഇതെങ്ങനെ ചെയ്യല്ലേ. ഇതെങ്ങനെ ചെയ്യുന്ന മെത്തേഡ് ഇല്ലേ, ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടല്ലോ, ആ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 196 ഇതങ്ങനെ കിട്ടും. ഓക്കെ, 2 × 2 × 7 × 7 അല്ലേ. അപ്പോൾ 2 × 2 എന്ന് പറയുമ്പോൾ എന്താ 2 സ്ക്വയർ ചെയ്താൽ, ഇൻറ്റു 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 × 7 7 സ്ക്വയർ ചെയ്താൽ. അപ്പോൾ രണ്ടിനും ഇത് സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് x⁻n പ്ലസ് y⁻n is equal to x × y⁻n വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് സ്ക്വയർ ആയതുകൊണ്ട് ഇതിനെ ഒരുമിച്ച് ഇൻറ്റു ചെയ്തിട്ട് പവർ 2 കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 2 × 7 എന്താണ് 14 ആണ് അല്ലേ. അപ്പോൾ 196ന്റെ എന്ന് പറയുമ്പോൾ 14 × 14 ആണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 14 എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് നമുക്ക് കാണുക കേട്ടോ. ഇവിടെ നോക്കൂ, കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് സ്ക്വയേഴ്സ് വിത്ത് ഏരിയ ഗിവൺ ബിലോ. റൈറ്റ് ആൻസേഴ്സ് യൂസിങ് സ്ക്വയർ റൂട്ട്. അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് ഓഫ് സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 49 സ്ക്വയർ സെൻറ്റിമീറ്റർ ഒന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 49 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ എത്ര തന്നത്, = 49 സ്ക്വയർ സെൻറ്റിമീറ്റർ ഫസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഏരിയസ് ലെങ്ത് ഓഫ് സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയറിൻ്റെ ആണ് അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡിൻ്റെ സൈഡ് അല്ലേ. രണ്ട് പ്രാവശ്യം ഒരു സംഭവത്തിന് 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നതാണല്ലോ ഈ സൈഡ് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഏരിയ സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ് സെയിം നമ്പറിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കുക, ലെങ്ത് ഓഫ് സൈഡ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ലെങ്ത് ഓഫ് സൈഡ് is equal to സ്ക്വയർ റൂട്ട് ഓഫ് 49 എഴുതുക. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് is equal to സ്ക്വയർ റൂട്ട് ഓഫ് 49 എഴുതുക. ഇനി is equal to എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ = 49 നമുക്ക് ഇങ്ങനെ എഴുതുക, 7 × 7 എന്ന് പറഞ്ഞാൽ 49 അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 7 × 7. അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഇതിൽ 1 എഴുതിയാൽ മതി കേട്ടോ, പുറത്തേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെ is equal to 7 അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് is equal to എന്താ നമുക്ക് കിട്ടുക, = 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ, = 7 സെൻറ്റിമീറ്റർ. അപ്പോൾ കിട്ടിയ രീതി മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, രണ്ടാമത്തേത് 169 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏരിയ is equal to 2 എന്നിട്ടിട്ട് ഏരിയ is equal to 169 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, ലെങ്ത് ഓഫ് സൈഡ് is equal to റൂട്ട് ഓഫ് 169. ഓക്കെ, സൈഡിൻ്റെ സൈഡാണ് അല്ലേ. അപ്പം എന്താണ്, നമുക്കൊരു ലെങ്ത് ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ലെങ്ത് കാണണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 169 എഴുതുക. അപ്പോൾ 169 ഏത് നമ്പറിനോട് സെയിം നമ്പറിനോട് ഇൻറ്റു ചെയ്താലാണ് 169 കിട്ടുക നോക്കുക. ഏതാണ്, അപ്പോൾ റൂട്ട് ഓഫ് 169 എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഏതാണ്, 13 × 13 അല്ലേ. അപ്പോൾ 13 × 13 ആണ് 169. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്വയർ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ എന്താണ് കൊടുക്കുക, ഒരു നമ്പർ മാത്രം എഴുതിയാൽ മതി അല്ലേ. = സ്ക്വയർ റൂട്ട് ഒഴിവാക്കുമ്പോൾ ഒരു നമ്പർ മാത്രം എഴുതുക. അപ്പോൾ 13. ഓക്കെ, അപ്പോൾ 13 സെൻറ്റിമീറ്റർ ആണ് എന്ത് ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് പറയുന്നത് രണ്ടാമത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ. ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, അതങ്ങനെ ചെയ്ത് നോക്കുക. 169 ഏതാ പോവുക നോക്കുക. 169 ഏത് പോകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിവിടെ വരുന്ന ഏതാണ്, 2 പോവോ 3 പോവോ ഇല്ല അല്ലേ. ലാസ്റ്റ് പോകുന്ന ഏതാ, 13 തന്നെ പോകുന്നു അല്ലേ. അപ്പോൾ 13. അപ്പോൾ 13 എത്ര പ്രാവശ്യം 13 തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് 2 13 കിട്ടി അല്ലേ. 13. ഓക്കെ, 1. അപ്പോൾ 30 × 30 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ 13 സ്ക്വയർ റൂട്ട് പുറത്തെടുക്കാൻ എന്താ ചെയ്യേണ്ടത്, ആ രണ്ടെണ്ണം ഉള്ളത് 1 മാത്രം പുറത്ത് എഴുതിയാൽ സ്ക്വയർ റൂട്ട് ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, 400 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഏരിയ is equal to 400 സ്ക്വയർ സെൻറ്റിമീറ്റർ മൂന്നാമത്തതാണ്. ദെൻ ലെങ്ത് ഓഫ് സൈഡ് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് 400 ചെയ്യും അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 നമുക്ക് എങ്ങനെ എഴുതാം, സെയിം നമ്പറിനോട് ഇൻറ്റു ചെയ്താൽ ഏതാ വരുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് സ്ക്വയർ ആക്കി എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്, 20 × 20 ആണ് വരുന്നത് കേട്ടോ. 20 × 20. ഓക്കെ, 20 × 20 വരും. അപ്പോൾ നമുക്ക് എന്താക്കുക, 20 × 20 എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ എന്താ വരുന്നത്, = പുറത്തേക്ക് എഴുതുമ്പോൾ നമുക്ക് അതിൽ 1 എഴുതിയാൽ മതി. സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അതിലൊരു നമ്പർ എഴുതുക കേട്ടോ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് ഇത് ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇത് ചെയ്യേണ്ട ഇത് ഒന്ന് ഇവിടെ കാണിച്ചു തരണം. ഇനി
അപ്പോൾ നമുക്ക് 400 നമ്മളിങ്ങനെ ചെയ്തു അല്ലേ, ഫാക്ടറൈസേഷൻ ചെയ്തു അല്ലേ. 400 എന്താണ് 2 എത്ര വട്ടം പോകും, 200 അല്ലേ. ഈ 200 എത്ര 2 ഉണ്ട്, 100. 100 എത്ര 2 ഉണ്ട്, 50. 50 എത്ര 2 ഉണ്ട്, 25. 25 2 ഇല്ല, 3 ഇല്ല അല്ലേ. ഇനി 5 ആണുള്ളത്. ഇപ്പോൾ 5 എത്ര പ്രാവശ്യം 5 അല്ലേ. ഇനി 5 എത്ര പ്രാവശ്യം 1 ടൈംസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി നമ്മൾ എന്താക്കുക, 2 × 2 × 2 × 2 × 5 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താക്കി 2 × 2 × 2 × 2 × 5 × 5 എന്ന് എഴുതി അല്ലേ. അപ്പോൾ ഇനി എന്താക്കുക നമ്മൾ ചെയ്യേണ്ടത്, 2നെ 2 സ്ക്വയർ എന്ന് എഴുതുക. ഓക്കെ, 2 സ്ക്വയർ എന്ന് എഴുതുക. പിന്നെ 2 സ്ക്വയർ, പിന്നെ ഇത് ഈ 2നെ എന്താക്കുക 2 സ്ക്വയർ എന്ന് എഴുതുക. ഓക്കെ, 2 സ്ക്വയർ. പിന്നെ ഈ 2 5 ഇല്ല, അപ്പോൾ 5 × 5 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അതിനെ 5 നോക്കി 5 സ്ക്വയർ ആക്കി എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അത് മുകളിലൊക്കെ സ്ക്വയർ ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ ഉള്ളത്ത് ഈ താഴെയുള്ള ഈ നമ്പർ അങ്ങോട്ട് ഇൻറ്റു ചെയ്തിട്ട് സ്ക്വയറിന് അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് x⁻n × y⁻n × z⁻n ആണെങ്കിൽ എന്താണ് x × y × z ⁻n കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ പവറുകളൊക്കെ 2 ആണ് അല്ലേ. അതുകൊണ്ട് താഴെ ഉള്ളിലുള്ള അത് നമ്പറുകൾ എന്താണ് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 2 × 2 4 ആണ്. 4 × 5 എത്രയാണ് 20 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 20 സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ കൂടെ എഴുതാം. അപ്പോൾ 20 സ്ക്വയർ കിട്ടി. അപ്പോൾ 20 സ്ക്വയർ കണ്ടോ, 20 കിട്ടിയേ. ഈ 20 × 20 അല്ലേ 20 സ്ക്വയർ, അതാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയെ, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി, സിമ്പിളാണ് കേട്ടോ. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ എന്താക്കുക നന്നായി മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിൻ്റെ ലോജിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാം. എന്താണ് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 20 സ്ക്വയർ കിട്ടിയ മനസ്സിലായില്ല. അതാണ് 400ൻ്റെ 20 സ്ക്വയർ കിട്ടിയത്. 20 × 20 കിട്ടിയത് എങ്ങനെ മനസ്സിലായില്ലേ. ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നമ്മൾ എന്താക്കുക അങ്ങനെ സ്ക്വയർ ആക്കി എഴുതുക. എന്നിട്ട് എന്താക്കുക ആ ഉള്ളത്തെ 2 × 2 4 4 × 5 20 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ ഒക്കെ പവർ സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് നാലാമത്തെ എന്താണ്, ഏരിയ 225 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ്, ലെങ്ത് ഓഫ് സൈഡ് = സ്ക്വയർ റൂട്ട് ഓഫ് 225. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 225 എന്താണ് ചെയ്യുക, സെയിം നമ്പറുകൾ ഏതാണ് നോക്കി ഇൻറ്റു ചെയ്യുന്നത്. അത് നിങ്ങൾ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കൂ ഏതാണ്. അപ്പോൾ നമുക്ക് കിട്ടുക ഏതാണ് 50 × 15 കിട്ടും അല്ലേ. 50 × 50 എത്രയാണ് 225 അല്ലേ. ഓക്കെ, അപ്പോൾ 15 × 50 കിട്ടിയില്ലേ. അപ്പോൾ 50 × സ്ക്വയർ റൂട്ട് ഓഫ് 50 × 50 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പുറത്ത് എന്താ സ്ക്വയർ റൂട്ടിൽ പുറത്തുനിന്ന് ഒഴിവാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു നമ്പർ എഴുതിയാൽ മതി അല്ലേ. ഒരു 15 എഴുതിയാൽ മതി. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് എന്ത് ലെങ്ത് ഓഫ് സൈഡ് = 15 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക, അങ്ങനെ നേരിട്ട് കിട്ടിയില്ലെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഇത് പഠിച്ചു നോക്കുക. 15 × 15 എന്ന് പറഞ്ഞാൽ 225 ആണ്. 10 × 10 എന്ന് പറഞ്ഞാൽ 100 ആണ്. അതൊക്കെ മനസ്സിലാക്കിയും വെക്കുക. ഓക്കെ, ഇല്ല നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകണ്ട. നമ്മൾ എന്താണ് ചിലത് നമ്മൾ പഠിച്ചു വെക്കണം. 1 to 15 വരെ അല്ലെങ്കിൽ 1 to 20 വരെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ തന്നിരിക്കുന്നത്. 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 1.69 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോയിന്റ് ഉണ്ടായതുകൊണ്ട് ഇതിനെ നമുക്ക് എന്താക്കുക ബൈ ആക്കി എഴുതണം. ആ പോയിന്റ് ഒഴിവാക്കി ചെയ്യണം കേട്ടോ. അപ്പോൾ 169 ബൈ എന്ന് പറഞ്ഞിട്ട് എന്താണ് 1 നിട്ടുക. എന്നിട്ട് പോയിന്റ് എടുത്ത നമ്പർ 1 2 നമ്പറിൽ അപ്പോൾ 2 0 അടിയിട്ട് കൊടുക്കുക. അപ്പോൾ 169 / 100 അല്ലേ. ഇനി നമ്മൾ ലെങ്ത് ഓഫ് സൈഡ് = സ്ക്വയർ റൂട്ട് ഓഫ് 169 / 100 എന്ന് എഴുതുക. സ്ക്വയർ റൂട്ടിൽ 100 ബാധകമാണ് കേട്ടോ. ദെൻ നമുക്ക് എന്താക്കുക 169 ഏത് നമ്പറിനോട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് ഇത് കിട്ടുക 13 × 13 അല്ലേ. പിന്നെ അതുപോലെ 100 ഏതാണെങ്കിൽ 10 × 10 ആണ് ഇത് 100 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താ 169 13 × 13 / 10 × 10 എഴുതി അല്ലേ. ഇനി നമുക്ക് എന്താ അറിയുക നമുക്ക് 1 മാത്രം എഴുതി പുറത്തേക്ക് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് =13 / 10 എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, 13 / 10 രണ്ടെണ്ണല്ലേ. 13 / 10 × 13 / 10 അല്ലേ. അപ്പോൾ 1 മാത്രം സ്ക്വയർ റൂട്ട് സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 13 / 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി ലെങ്ത് ഓഫ് സൈഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് 6 1/4 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇതിന് നമ്മൾ എന്താക്കണം, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ഉള്ളത് അല്ലേ. ഇതിനെ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക. സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സൈഡത്തും താഴത്തും കൂടി ഇൻറ്റു ചെയ്തതിന് ശേഷം മുകളിലത്തത് കൂട്ടുക. എന്നിട്ട് അവിടെ എഴുതുക ബൈ എന്ന് പറഞ്ഞിട്ട് എന്താ അടിയത്ത് എഴുതുക അല്ലേ. അപ്പോൾ 6 × 4 എത്രയാ 6 4s are 24 24 പ്ലസ് മുകളിലത്തെ എന്താ 1 ആണല്ലേ. അപ്പോൾ 24 + 1 25 ഇതല്ലേ. അപ്പോൾ നമ്മൾ ഏരിയ തന്നിരിക്കുന്നത് 6 1/4 സ്ക്വയർ മീറ്ററിലാണ് കേട്ടോ. അപ്പം നോക്കൂ ഏരിയ = 6 1/4
സ്ക്വയർ മീറ്റർ ആണ് അല്ലേ, സ്ക്വയർ മീറ്റർ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് സൈഡ് സെന്റിമീറ്റർ എഴുതാം, ഇവിടെ സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ ലാസ്റ്റ് മീറ്റർ എഴുതുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി അപ്പോൾ ഏരിയ 6 1/4 എന്ന് തന്നു. അപ്പോൾ 6 1/4 സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കി അല്ലേ, സൈഡത്തും താഴത്തും കൂടി ഇൻറ്റു ചെയ്തു പ്ലസ് മുകളിലത്തെ അല്ലേ. അപ്പോൾ 6 × 4 24, 24 + 1 25 എന്ന് എഴുതി ബൈ, പിന്നെ അടിയിലുള്ള നമ്പർ എന്താണോ അത് കൊണ്ട് എഴുതുക അല്ലേ. അപ്പോൾ 25/4. ദെൻ ലെങ്ത് ഓഫ് സൈഡ് ഈക്വൽ ടു എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് 25/4 എന്ന് എഴുതുക. ഓക്കെ, ദെൻ 25 നമുക്കറിയാം 5 × 5 ആണ്. ഓക്കെ, ഇനി 4 എന്താക്കുക 2 × 2. ഓക്കെ, അതും അറിയാം അല്ലേ. അപ്പം 2 × 2 പറഞ്ഞാൽ 4 അല്ലേ, അത് എഴുതി. ഇനി എന്താണ് നമുക്ക് സ്ക്വയർ റൂട്ട് ഒഴിവാക്കണം അല്ലേ. ഇവിടെ ഈക്വൽ ടു ഉണ്ട് കേട്ടോ, ഇവിടെ ഈക്വൽ ടു എന്ന് എഴുതുക കേട്ടോ, ഇവിടെ ഈക്വൽ ടു. ഓക്കെ, ഇനി 5 × 5/2 അല്ലേ. ഇനി സ്ക്വയർ റൂട്ട് പുറത്താക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് നമ്പർ 5 × 5 അല്ലേ, രണ്ടെണ്ണം ഉള്ളത് എന്താക്കുക, സ്ക്വയർ റൂട്ട് പുറത്താക്കുമ്പോൾ 1 എഴുതുക അല്ലേ, ഒരു നമ്പർ എഴുതുക. അപ്പോൾ 5. ഓക്കെ, 5 ബൈ, പിന്നെ ഇവിടെ അടിയിൽ എന്താ 2 × 2 രണ്ടെണ്ണം ഉണ്ടല്ലേ, അതിൽ 1 എഴുതുക. അപ്പോൾ 2 അല്ലേ, 2. ദെൻ അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 5/2 അല്ലേ. 5/2 സെന്റിമീറ്റർ ആണോ, അല്ല, ഇവിടെ തന്നിരിക്കുന്ന സ്ക്വയർ മീറ്ററിലാവണ്ടേ, നമുക്ക് മീറ്റർ ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 5/2 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ആ സ്ക്വയേഴ്സ് ഇല്ലേ, അത് ടീച്ചറോട് കാണിച്ചു തരാം കേട്ടോ, അതൊന്ന് പഠിക്കുക കേട്ടോ. സ്ക്വയേഴ്സ് നോക്കൂ, 1 × 1 1 ആണ് അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്താണ് 1 ആയിരിക്കും. ഇനി 2 × 2 എന്താണ് 4 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണ് 2 ആയിരിക്കും. അപ്പോൾ എന്താണ് 1 × 1 1 ആണല്ലോ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 1 ആയിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ. 2 × 2 4 ആണല്ലോ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 = 2 ആയിരിക്കും. 3 × 3 9 ആണല്ലോ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 3 ആയിരിക്കും. ഈ 4 × 4 16 ആണല്ലോ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 4 ആയിരിക്കും. ഈ 5 × 5 25 ആണല്ലോ, സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആയിരിക്കും കേട്ടോ. 6 × 6 36 ആണ്, ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36 6 ആയിരിക്കും. ഈ 7 × 7 49 ആണ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 49 7 ആണ്. ഈ 8 × 8 64 ആണ്, ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്താണ് 8 ആയിരിക്കും. ഇനി 9 × 9 81 ആണ് അല്ലേ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്താണ് 9 ആയിരിക്കും. ഈ 10 × 10 എന്താണ് 100 ആണ് അല്ലേ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്രയാണ് 10 ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഇനി കുറച്ചും കൂടി ഞാൻ ടീച്ചറോട് കാണിച്ചു തരാം, അന്ന് നോക്കുക. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ, എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ എന്താണ് 11 × 11 121, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 121 = 11 നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി 12 × 12 144 ആണ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 144 എന്ന് പറഞ്ഞാൽ എത്രയാണ് 12, അത് നിങ്ങൾ എഴുതുക. ദെൻ 30 × 13 169 ആണ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 169 = എന്താണ് 13 അല്ലേ. ഇനി 14 × 14 196 ആണ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 196 എത്രയാണ് 14 ആയിരിക്കും. ഓക്കെ, ദെൻ 50 × 15 225, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 225 എത്രയാണ് 15. ദെൻ 16 × 16 256 ആണ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 256 എത്രയാണ് 16 ആയിരിക്കും. 70 × 70 289 ആണ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 289 എത്രയാണ് 70 ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 289 17. ദെൻ 18 × 18 324 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 324 എത്രയാണ് 18. ദെൻ 90 × 19 361 ആണ്, അപ്പോൾ എന്താ സ്ക്വയർ റൂട്ട് ഓഫ് 361 എന്താണ് 19 ആയിരിക്കും. ഇനി 20 × 20 400 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 400 എത്രയാണ് 20. ഓക്കെ, അത് നിങ്ങൾ എഴുതുക കേട്ടോ. അത് ഈ 20 വരെയെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ 25ൻ്റെയും പഠിച്ചു വെക്കുക കേട്ടോ. 25 × 25 625 ആണ്, അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 625 25 ആയിരിക്കും കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.